സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാ സ്കൂൾ കുട്ടികൾക്കും അല്ലെങ്കിൽ അംഗനവാടി കുട്ടികൾക്കും ഡിവാർമിംഗ് ടാബ്ലറ്റ് അല്ലെങ്കിൽ ആൽബൻഡസോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് എനിക്ക് കുറെ കോളുകൾ വന്നു പാരന്റ്സിന്റെ. ഞാൻ കഴിഞ്ഞ മാസം കൊടുത്തതേ ഉള്ളൂ, അല്ലെങ്കിൽ ആൽബൻഡസോൾ എന്റെ മോൾക്ക് അല്ലെങ്കിൽ മകന് കൊടുത്തിട്ട് 6 മാസം ആയിട്ടില്ല, ഇപ്പൊ സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നു, അവർക്ക് വീണ്ടും കൊടുക്കാമോ എന്നൊക്കെ. അവരോടുമുള്ള മറുപടി, തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിന് ആൽബൻഡസോൾ ടാബ്ലറ്റ് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. കാരണം വിരശല്യം എന്നുള്ളത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോ നമ്മൾ ഒരു ദിവസം വിരമരുന്ന് നമ്മുടെ കുഞ്ഞിന് കൊടുത്താലും ഈ വിരമരുന്ന് എടുക്കാത്ത കുട്ടികളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മുതിർന്നവരുടെ കയ്യിൽ നിന്ന് ഈ വിരശല്യം മറ്റു നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ട്രാൻസ്മിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഒരു പ്രത്യേക ദിവസം കൺസിഡർ ചെയ്ത് ആ ദിവസം എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസം ഒരേ സമയം വിരമരുന്ന് കൊടുക്കുന്നത്. ശരിക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ അതേ ദിവസം നമ്മൾ വിരമരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവരിൽ നിന്ന് കുട്ടികളിലേക്കും വിരശല്യം പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ പോളിയോ വാക്സിൻ. നമ്മൾ അതാത് വർഷം കറക്റ്റ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രായത്തിനനുസരിച്ച് പോളിയോ വാക്സിൻ എടുത്തു കൊടുത്താലും പ്രത്യേക ദിവസം കൺസിഡർ ചെയ്ത് പോളിയോ വാക്സിൻ അല്ലെ പോളിയോ തുള്ളിമരുന്ന് എല്ലാ കുട്ടികളിലും ഒരേ ദിവസം എത്തിക്കാറില്ലേ, അതും ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ എല്ലാവരും ആൽബൻഡസോൾ കഴിക്കാൻ മറക്കരുതേ.